നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശമംഗലത്ത് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശമംഗലം ഒലിച്ചിയിൽ ബുധനാഴ്ച രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. ദേശമംഗലം ഭാഗത്തു നിന്നും ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ് ഷൊർണൂർ ചുടുവാലത്തൂർ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയോടിക്കുന്ന ചെറുതുരുത്തി പുതുശ്ശേരി 62 വയസ്സുള്ള കുഞ്ഞുമോനെ 108 ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കോറി വേസ്റ്റുമായി വന്ന ലോറി റോഡിടിഞ്ഞ് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടെ ചങ്ങരകുളം വളയംകുളം മാങ്കുളത്താണ് സംഭവം. കുളത്തിനു സമീപത്തെ വീട്ടിലേക്ക് നിർമ്മാണ ആവശ്യത്തിന് കോറി വേസ്റ്റുമായി എത്തിയ ടിപ്പർ ലോറിയാണ് റോഡരികിലുണ്ടായിരുന്ന ആഴമേറിയ കുളത്തിലേക്ക് വീണത്. കുളത്തിന്റെ വശത്തെ ഭിത്തിയും റോഡരികും ഇടിഞ്ഞതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. പൂർണ്ണമായും മുങ്ങിത്താഴ്ന്ന ലോറിയിൽ നിന്നും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. 30 അടിയിലേറെ താഴ്ചയുള്ള കുളത്തിൽ വീണ ലോറി പൂർണ്ണമായും മുങ്ങി. മണിക്കൂറുകളുടെ ശ്രമഫലമായാണ് ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്ക് കയറ്റിയത്. KSEBയുടെ നേതൃത്വത്തിൽ ഇലക്ട്രീഷ്യന്മാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ ക്ലാസിന് നേതൃത്വം നൽകി. KSEB പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇലക്ട്രീഷ്യന്മാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. KSEBയുടെ നേതൃത്വത്തിലുള്ള ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യന്മാർക്കാണ് ക്ലാസ് ഒരുക്കിയത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന ക്ലാസിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നൌഫൽ നേതൃത്വം നൽകി. പട്ടാമ്പി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശാറാണി, തൃത്തല സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ശിവൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ടെമ്പററി ആർക്കേ ഉള്ളൂ, KSEBക്ക് ടെമ്പററി കണക്ഷൻ ഉണ്ട്. പക്ഷെ വയർ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും അത് ടെമ്പററി, അത് പെർമനന്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ കുറച്ചും കൂടി അവെയർ ആയിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ എന്താ പറയുക ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റു സേഫ്റ്റി കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി വ്യാപൃതരാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ചോദിച്ചു, ഒരു ഗാർഹിക കണക്ഷൻ നിങ്ങൾ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നുണ്ടോ വെച്ചാൽ ഇല്ലാന്നല്ല എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഒരു കാർഷിക അല്ല, ഒരു ടെമ്പററി കണക്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? മീറ്റർ ബോർഡിൽ ഇല്ല, ഒഴിവാക്കി. വെരി ഗുഡ്. ഞാനിപ്പോഴും നമ്മുടെ മാർക്കറ്റിലേക്ക് പോയി കഴിയുമ്പോഴേ ഇതിൽ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു ബോർഡാണ് കിട്ടുന്നത്. ഈ ബോർഡിൽ വീണ്ടും മറ്റേ വില്ലൻ മെയിൻ സ്വിച്ച് വീണ്ടും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെർമനന്റ് ഇൻസ്റ്റലേഷൻ ആണെന്നുള്ള സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഇൻസ്റ്റലേഷൻ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ വർഷങ്ങൾ കഴിയും. പട്ടാമ്പി റോട്ടറി ക്ലബിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് ഈ മാസം 27-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിലെ സാമൂഹ്യ സേവന പ്രവർത്തന മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പട്ടാമ്പി റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങാണ് ഈ മാസം 27-ന് നടക്കുന്നത്. പട്ടാമ്പി നക്ഷത്ര റീജൻസിൽ വെച്ചാണ് ചടങ്ങ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ വികസനം, പരിസ്ഥിതി സംരക്ഷണം, യുവജന ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. പട്ടാമ്പിയുടെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിനായി പ്രവർത്തിക്കാൻ റോട്ടറി ക്ലബ് സന്നദ്ധരാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ വർഷം ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ വികസനം, പരിസ്ഥിതി സംരക്ഷണം, യുവജന ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. റോട്ടറിയുടെ സേവന സന്നദ്ധതയെ പ്രതിനിധീകരിച്ച് പട്ടാമ്പിയുടെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിനായി പ്രവർത്തിക്കാൻ പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് എന്നും പ്രതിജ്ഞാബദ്ധമാണ്. പൗരസമൂഹവുമായുള്ള സഹകരണത്തോടെ കൂടുതൽ സമഗ്രമായ പദ്ധതികൾ നടപ്പാലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വ വികസനത്തിനും മറ്റും ഊന്നൽ നൽകിക്കൊണ്ട് മയക്കുമരുന്നിന്റെയും ലഹരി വ്യാപനത്തിന്റെയും അപകട സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തും. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകൾക്കെതിരായ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. കരിയർ ഗൈഡൻസ് ക്ലാസ്, ആശുപത്രികളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകൽ എന്നിവയും നടപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മുതല ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കമ്പ്യൂട്ടറും നൽകും. വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് KV അശോക് കുമാർ, സെക്രട്ടറി A. ഗോപി നായർ, ട്രഷറർ N. മുരളീധരൻ,
മുൻ പ്രസിഡന്റ് കെ വിനോജ്, സെക്രട്ടറി പി രവിമേനോൻ, അംഗങ്ങളായ കെ പി മുരളീധരൻ, SN ജീവൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. 2024-25 പ്രസിഡന്റായിരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്ക് വളരെയേറെ നല്ല നല്ല അനുഭവങ്ങൾ കുറേ അധികം ലഭിച്ചിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ചാരിതാർത്ഥ്യം ആയിട്ടുള്ളത്. കാരണം സ്കൂൾ ബേസിലും മറ്റുള്ള കാര്യങ്ങളിലായാലും കുട്ടികൾക്കുള്ള ഗൈഡൻസ്, കൂടാതെ അവർക്കുള്ള നല്ല സ്പീക്കേഴ്സിന് വെച്ചിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ്, ഇതെല്ലാം ഞങ്ങൾ ഓർഗനൈസ് ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് കുഴഞ്ഞു വീണു മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കൊക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രമ്യ മാതാവും ആദർശ് സഹോദരനുമാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതച്ചിറ വില്ലേജ് സമ്മേളനം ചേർന്നു. വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കലും നടന്നു. പെരിങ്ങോട് CK നായർ സ്മാരക ഹാളിൽ സജ്ജീകരിച്ച കൊച്ചുസാറ ടീച്ചർ നഗറിൽ നടത്തിയ സമ്മേളനം സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. ലോകത്തെവിടെയെല്ലാം തന്നെ യുദ്ധങ്ങളുണ്ടായാലും ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കുന്നത് അവിടങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുമ്പോഴും ഒക്കെ തന്നെ ഏറെ വേദനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു യുദ്ധത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുദ്ധങ്ങളെല്ലാം തന്നെ ആത്യന്തികമായി വലിയ വിനാശങ്ങളാണ് ഈ ഒരു രാജ്യത്തും ഉണ്ടാക്കുക, വലിയ ദുരന്തങ്ങളാണ് ഈ പ്രദേശങ്ങളിലും ഉണ്ടാക്കുക. അവിടെ പ്രത്യേകിച്ച് വിജയമോ പരാജയമോ ഒന്നും ഉണ്ടാകില്ല. ആത്യന്തികമായി കുറെ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ KP സുലൈഖ അധ്യക്ഷയായി. ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ജയശ്രീ ടീച്ചർ സംഘടനാ റിപ്പോർട്ടും വില്ലേജ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ കാർത്തിയായനി രക്തസാക്ഷി പ്രമേയവും ട്രഷറർ നിധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി V ശാരദ, CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാനുമായ A കുട്ടിനാരായണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AM രാജൻ, KV പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വില്ലേജ് കമ്മിറ്റി പ്രദേശത്തെ മുതിർന്ന മഹിളാ പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച മഹിളകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി KP സുലൈഖ സെക്രട്ടറി, ദേവയാനി പ്രസിഡന്റ്, VR ശാന്താദേവി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രവർത്തകർ പ്രകടനവും നടത്തി. തവനൂരിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. തവനൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർ ദിശയിൽ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30 പഴയ ദേശീയപാതയിൽ തവനൂർ റെസ്ക്യൂ ഹോം പരിസരത്തായിരുന്നു അപകടം. അപകടത്തിൽ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ കാലടി നരിപ്പറമ്പ് സ്വദേശിയായ ലോറി ഡ്രൈവറെ തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. കുറ്റിപ്പുറം പോലീസ് എത്തിയാണ് വാഹനങ്ങൾ മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യൂത്ത് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വല്ലപ്പുഴയിൽ വിജ്ഞാനവേദി സംഘടിപ്പിച്ചു. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ മുഖ്യപ്രഭാഷണം നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യൂത്ത് വിംഗ് വിഭാഗത്തിന്റെ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വല്ലപ്പുഴയിൽ വിജ്ഞാനവേദി സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ ചൂരക്കോട് KSM ഓട്ടോത്തിൽ വെച്ചായിരുന്നു വിജ്ഞാനവേദി ഒരുക്കിയത്. ഡോക്ടർ മുഹമ്മദ് കുട്ടി കണിയൻ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ നാസിൽ സലഫി അധ്യക്ഷനായിരുന്നു. മൻസൂർ സലഫി വല്ലപ്പുഴ, മൻസൂർ സലഫി ആമയൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പോലെ ആകാശത്ത് നേടായിട്ടിറങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമാണ് ഓരോ സൂറത്തും ഓരോ ആയത്തും ഇറങ്ങുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു. എപ്പോഴാണ് മദീനയിലേക്ക് വരുന്നത്? മക്കയിൽ ദിക്കക്കള്ളില്ലാതായപ്പോഴാണ് മദീനയിലേക്ക് വരുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ, നല്ല ഒരു താമസ സ്ഥലം, വെള്ളമുള്ള സ്ഥലം,
അല്ലേ? നല്ല വെള്ളമുണ്ട്, കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാൻ സൗകര്യമുണ്ട്, നല്ല കുട്ടികളെ സ്കൂൾക്കാക്കാൻ അങ്ങാടിക്ക് മാറിയതല്ല, വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റിയതല്ല, ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കുള്ള കേവലം മാറി താമസിക്കലല്ല ഹിജ്റ എന്നത്. ഹിജ്റ എന്നത് എന്താണ്? ഹിജ്റ എന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഏറ്റവും വലിയ സത്യം അത് വിളിച്ചു പറഞ്ഞപ്പോൾ, അത് പ്രഖ്യാപിച്ചപ്പോൾ, അത് പ്രബോധനം ചെയ്തപ്പോൾ, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ കൂടെയുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ അവര് പീഡിപ്പിക്കുകയും അവര് പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തരത്തിലും അവര് പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, ഒരു രക്ഷയുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവിടെ നിന്ന് നാട് മാറിപ്പോകുന്ന ആ ഒരു യാത്രക്കാണ് ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരികയാണ്. പട്ടാമ്പി കാരുണ്യ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. മുൻ MLA UV രാമൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് കഴിഞ്ഞ 2 വർഷമായി പട്ടാമ്പി മേഖലയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യ കൂട്ടായ്മയുടെ സ്നേഹസംഗമമാണ് തിരുവേഗപ്പുറ കൊടുമുടി ലിലീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത്. റസാഖ് നെടുങ്ങോട്ടൂരിന്റെ അധ്യക്ഷതയിൽ മുൻ MLA UC രാമൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. വാട്സപ്പിൽ ഇങ്ങനെ കുറെ ആളുകൾ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടു. നമ്മൾ ഈ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സാമ്പത്തികമായി 1000 കൊടുത്ത് 2000 കൊടുത്ത് 5000 കൊടുത്ത് അങ്ങനെ ആളുകളുടെ പേര് ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. എന്റെ പേര് ലിസ്റ്റിലുണ്ട്, ഞാൻ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ആ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടു. 4 ദിവസം മുന്നേ ഞാൻ ഈ ലിസ്റ്റ് കണ്ടപ്പോ ഞാൻ കുഞ്ഞുമോൻക്ക ഞങ്ങൾക്ക് എന്റെ ഭാഗത്തുള്ള എന്റെ അനുഭവത്തിൽ 2 കുടുംബവുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യത്തിലാണ് കാരുണ്യം ഇടപെട്ടത്. കുടുംബസംഘമാണല്ലോ, അതിലൊക്കെ പൈസ ബാക്കിയോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ ആർന്ന് വാങ്ങിയിട്ട് ഇപ്പൊ തരട്ടെ എന്ന് ചോദിച്ചു. എന്റെ മനുഷ്യന്മാരെ, ഈ കുഞ്ഞുമാർക്കാരിന്റെ അടുത്തായിരുന്നെങ്കിൽ എന്റെ കരടക്കുട്ടി പൊട്ടി പോകും. അമ്മ അതിന് വർത്താനം പറഞ്ഞു. 5 ഒരു ഇടപാടും നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ചില്ലി കാശ് പോലും ആ നിലക്ക് ഒരാളോട് പോലും വാങ്ങേണ്ടതില്ല എന്നാണ് കുഞ്ഞുമാൻകാരനോട് പറഞ്ഞത്. വെല്ലപ്പുഴ കുറുവട്ടൂർ മഹൽ ഖത്തീബ് അബൂബക്കർ സിദ്ദീഖ് റഹീമി മുഖ്യപ്രഭാഷണം നടത്തി. ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അബ്ദുറഹ്മാൻ, ഷെറിൻ വെട്ടിക്കാട്, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി MPM മുസ്തഫ വെല്ലപ്പുഴ, തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ രാധാകൃഷ്ണൻ, സുലൈഖ, ബിന്ദു സന്തോഷ്, അഫ്സൽ ഒളവണ്ണ, ഷെറിൻ വെട്ടിക്കാട്, ഉസ്മാൻ, താഹിർ ഒറ്റപ്പാലം, സാജൻ കേച്ചേരി, ഹംസ മോളൂര്, ഉബൈദ് ഫൈസി നെല്ലായ, സിദ്ദീഖ്, VP നൌഫൽ വെല്ലപ്പുഴ, KP ഉമ്മർ, റഫീഖ് നെടുങ്ങോട്ടൂർ, ഷാഫി, മുയിനുൽ ഹഖ് നെടുങ്ങോട്ടൂർ, ഹംസ ആലിക്കൽ, ഗദാമി മങ്കര, അച്ചുപ്പ പാലക്കാട്, ആദംക കൃഷ്ണമ്പടി, സിദ്ദീഖ് കുളമുള്ളി, സുനിൽ ചെറുപ്പശ്ശേരി, ബീരാൻ വെല്ലപ്പുഴ, ഷാജഹാൻ മഞ്ചേരി, ജസീല നെടുങ്ങോട്ടൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചില സമയങ്ങളിലൊക്കെ ഈ രാത്രി 2-3 മണിക്കൊക്കെ ഈ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവായിരിക്കും. ഞാനിങ്ങനെ നോക്കുമ്പോൾ സൗദി അറേബ്യയിലെ പാറക്കോടൻ, അയാൾക്ക് ഉറപ്പുണ്ടാവൂല. ഈ ചങ്ങായി ഇനി ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിലും ഈ ഫോണുമായിട്ടാണ് പോവുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ടും ഇയാൾ വോയിസ് ഇടും, നിങ്ങൾ അവിടെ പ്രവർത്തിക്കൂ ഇവിടെ പ്രവർത്തിക്കൂ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ നമ്മളൊരു ഉറക്കം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുക. അപ്പോഴും ഇയാൾ പ്രവർത്തിക്കുന്ന കാണും. ഇയാൾ മാത്രമല്ല, ഇതുപോലെ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ആളുകളെ അതിൽ കാണാൻ സാധിക്കും. പക്ഷെ അവരെ ഒന്നും ഒരുപക്ഷെ ഈ സമൂഹം അറിയില്ല. പുറകെ നിന്നുകൊണ്ട് ഇത്തരം രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങള്, ഈ കൂട്ടായ്മയെ എങ്ങനെയാണ് ഈ സമൂഹം നോക്കിക്കാണുന്നത് എന്നതിന്റെയൊക്കെ വലിയൊരു ഉദാഹരണമാണ് രാമേട്ടൻ. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ. എന്താണെങ്കിലും പട്ടാമ്പി ലയൺസ് ക്ലബിന് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ VA തോമാച്ചാന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ക്ലബ് പ്രസിഡന്റ് K ബിജു അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ K രാമനാഥൻ, സോൺ ചെയർപേഴ്സൺ സന്തോഷ് പവിത്രം, ഇർഷാദ് അഹമ്മദ്, K മനോജ് എന്നിവർ സംസാരിച്ചു. EK ബാബുവാണ് പുതിയ പ്രസിഡന്റ്. K ശ്രീജേഷ്, ജയശങ്കർ കരുണ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ്. EK ബാബുവാണ് പുതിയ പ്രസിഡന്റ്. T രഞ്ജീവ്, UK ശ്യാമേഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. K ജയകൃഷ്ണനാണ് സെക്രട്ടറി. K ശ്രീജേഷ് ജോയിന്റ് സെക്രട്ടറിയും PP വിനോദ് ട്രഷററുമാണ്. ജയശങ്കർ കരുണയാണ് ജോയിന്റ് ട്രഷറർ. നിർധനായ കുടുംബത്തിന് തുന്നൽ മിഷൻ നൽകിക്കൊണ്ടായിരുന്നു ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും
ഈ വർഷം നടപ്പാക്കുമെന്നും പുതിയ ഭാരവാഹികൾ അറിയിച്ചു. പെരിങ്ങോട് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവധാര പ്രീമിയർ ലീഗ് 2025 ഫുട്ബോൾ ടൂർണമെന്റിൽ റിബൽ FC ജേതാക്കളായി. മറുപടിയില്ലാത്ത ഒരു ഗോളിന് ബെററ്റ ഷൂട്ടേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് റിബൽ FC വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത്. കൂറ്റനാട്ടെ ഫ്ലഡ് ലൈറ്റ് ടർഫിൽ നടത്തിയ ടൂർണമെന്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി റഷീദ്, പ്രസിഡന്റ് രഞ്ജിത്ത്, നാടക സംവിധായകനും യുവധാര ക്ലബ് പ്രവർത്തകനുമായ അനിൽ പെരിങ്ങോട്, T ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പിലാക്കാട് ശ്രീ തേവർ ഇരുത്തിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണവും തിലഹോമവും വ്യാഴാഴ്ച രാവിലെ 4 മണി മുതൽ 7 വരെ നടക്കും. രാജൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.